Hi guys, ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് കൺസിഡറേഷനെ കുറിച്ചാണ്. കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ എസെൻഷ്യൽ ആയുള്ള കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കൺസിഡറേഷൻ വരുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. An agreement enforceable through court of law is a contract. ഒരു കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഒരു എഗ്രിമെൻറ്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്ട്. In order to enforce an agreement or agreement through court of law, it should be of a lawful consideration. There must have a lawful consideration. Consideration എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഇല്ലെങ്കിൽ there is no enforceability through court of law എന്നാണ് പറയുന്നത്. By virtue of section 10 of the act, an agreement for a lawful consideration only will become a contract. അതായത് കൺസിഡറേഷൻ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ കൺസിഡറേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, സംതിങ് ഇൻ റിട്ടേൺ. ആ ഒറ്റ കാര്യം അവിടെ ഇല്ലെങ്കിൽ ദ അഗ്രിമെന്റ് കനോട്ട് ബി എൻഫോഴ്സിബിൾ ത്രൂ കോർട്ട് ഓഫ് ലോ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ആൻ അഗ്രിമെന്റ് വിതൗട്ട് ദസ് ആൻ അഗ്രിമെന്റ് വിതൗട്ട് കൺസിഡറേഷൻ വിൽ നോട്ട് become a contract. Okay, consideration is a technical term in the sense of quid pro quo. Quid pro quo എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കൽ സെൻസിലാണ് നമ്മൾ പറയുന്നത്. quid pro quo എന്ന് പറയുമ്പോൾ സംതിങ് ഇൻ റിട്ടേൺ. When a party to the agreement promises to do something but he must get something in return, അതായത് ഒരു കാര്യം പ്രോമിസ് ചെയ്യുന്നു, ഒരു കാര്യം ഞാനത് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത്, he must get something in return. ആ റിട്ടേൺ വിളിക്കുന്ന ആ ഒരു ടേമിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. If he does not get something in return, the promise is not enforceable through court of law. അയാൾക്ക് തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ there is no any consideration, so it cannot be enforceable through court of law. The something in return is the consideration for a promise. ഒരു പ്രോമിസിന് വേണ്ടിയുള്ള ആ ഒരു കൺസിഡറേഷൻ, ആ പ്രോമിസിന് വേണ്ടിയുള്ള ആ ഒരു ഇതാണ് സംതിങ് ഇൻ റിട്ടേൺ ആണ് ശരിക്കും പറഞ്ഞാൽ കൺസിഡറേഷൻ. ഇനി അക്കോർഡിംഗ് ടു പുള്ളോക്ക് എന്ന് പറയുന്ന ആള് പറയുന്നത് കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് ഫോർ വിച്ച് ദി പ്രോമിസ് ഓഫ് ദി അതർ ഈസ് ബോട്ട്. അക്കോർഡിംഗ് ടു പുള്ളോക്ക്, ഫേമസ് ആയ ജൂറിസ്റ്റ് ആയ പുള്ളോക്ക് പറയുന്നത് കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓഫ് ദി അതർ ഈസ് ബോട്ട്. Thus, consideration is the price for a promise. Consideration എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൈസ്, പ്രോമിസിൻ്റെ ഒരു പ്രൈസ് ആണ്. ഇറ്റ് മേ ബി ഇൻ എ നേച്ചർ ഓഫ് ആക്ട് ഓർ ഫോർബിയറൻസ്, അതായത് ഒരു ആക്ട് വഴി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള രീതിയിലാണെങ്കിലും അതൊരു കൺസിഡറേഷൻ ആണ്. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി എ റിട്ടേൺ പ്രോമിസ്. ഇറ്റ് മേ ഓൾസോ ബി എ റിട്ടേണിംഗ് പ്രോമിസ്. Section 2D of the act defines consideration as follows. When at the desire of the promiser, the promisee or any other person has done or abstained from doing, or does or abstain from doing, or promises to do or to abstain from doing something, such act or subsistence or promise is called a consideration for a promise. Section 2D ലാണ് consideration define ചെയ്തിരിക്കുന്നത്. When at the desire of the promiser, the promisee or any other person has done or abstained from doing, or does or abstains from doing, or promises to do or abstain from doing something, such an act or subsistence is a promise and is called a consideration for a promise. അതാണ് കൺസിഡറേഷൻ. അങ്ങനെയാണ് നമ്മൾ സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കൺസിഡറേഷൻ അങ്ങനെയാണ്. ഇനി അടുത്തത്, കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ബട്ട് നോട്ട് ഇല്യൂസറി. കൺസിഡറേഷൻ എന്ന് പറയുന്ന കാര്യം എന്താണ്, റിയൽ ആയിരിക്കണം, ഇല്യൂസറി ആയിരിക്കരുത്. അതായത് ഞാൻ 10,000 രൂപ കൊടുക്കുന്നു, മറ്റേ ആളെന്നോട് പറയുകയാണ് ഐ വിൽ ഗിവ് യു മൂൺ, ഞാൻ നിനക്ക് അമ്പിളി അമ്മാനെ പിടിച്ചു തരാമെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, അതൊരു കൺസിഡറേഷൻ അല്ല, ഇതൊരു ഇല്യൂഷനറി ആയുള്ള കാര്യമാണ്. ഇറ്റ്സ് നോട്ട് റിയൽ, സോ അതൊരു കൺസിഡറേഷൻ അല്ല. കൺസിഡറേഷൻ മസ്റ്റ് ബി ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. കൺസിഡറേഷൻ എന്ന ടേം എന്താണ്, ഒരു വാല്യൂ കൊടുത്താൽ മതി, നിയമത്തിൻ്റെ കണ്ണിൽ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടായാൽ മതി. കൺസിഡറേഷൻ നീ നോട്ട് ടു ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ ഒരിക്കലും എന്താണ്, ഒരു കറക്റ്റ് പ്രോപ്പർ അല്ല, ആഡിക്വേറ്റ് ഉള്ള രീതിയല്ല. ഇപ്പോൾ 10,000 രൂപയുടെ ഒരു കാര്യം നമ്മൾ മേടിക്കുന്നു, ആ 10,000 രൂപയിലുള്ള കാര്യം തന്നെ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള കൺസിഡറേഷനിൽ വാശിയൊന്നും പിടിക്കരുത്. ഈവൻ നമുക്കൊരു ഐസ്ക്രീമാണ് കിട്ടുന്നതെങ്കിൽ പോലും എന്താ പറയുക, അത് വാലിഡ് ആണ്, അതൊരു കൺസിഡറേഷൻ ആണ്. കാരണം കൺസിഡറേഷൻ എന്താണ്, ഒരിക്കലും അഡിക്വേറ്റ് ആയുള്ള കാര്യമല്ല. കൺസിഡറേഷൻ മസ്റ്റ് ബി എന്താ പറയുക, സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കിട്ടുന്നതിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എഗ്രീസ് ടു സെൽ ഹിസ് ഹോഴ്സ് വാല്യൂ 10,000 for ₹10. 10,000 രൂപ വില മതിക്കുന്ന കുതിരയെ അയാൾ 10 രൂപയ്ക്ക് വിൽക്കുന്നു. എസ് കൺസെന്റ് ടു ദ എഗ്രിമെന്റ് വാസ്
ഫ്രീലി ഗിവൺ. എയുടെ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആയിട്ട് ഗിവൺ ചെയ്തതാണ്, അയാൾ സ്വയം തീരുമാനിച്ചതാണ്. ദി എഗ്രിമെൻറ്റ് ഈസ് എ കോൺട്രാക്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഇൻഅഡിക്വൻസി ഓഫ് കൺസിഡറേഷൻ. അതായത് കൺസിഡറേഷൻ ഇല്ല എന്ന രീതിയിൽ ഈ കോൺട്രാക്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ എഗ്രിമെൻറ്റ് നമുക്ക് വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി, പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. കൺസിഡറേഷൻ ഒരിക്കലും ഇല്ലീഗൽ ആയുള്ള കാര്യമോ ഇമ്മോറൽ ആയുള്ള കാര്യമോ ഓർ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയിൽ വരുന്ന കാര്യങ്ങളോ ഒന്നും ആക്കാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് പറയാനുള്ള കാര്യം, കൺസിഡറേഷൻ ഒരിക്കലും ആഡിക്വേറ്റ് ആവേണ്ട കാര്യമില്ല. കൺസിഡറേഷൻ എന്ന് പറഞ്ഞ സാധനം, അതായത് ഈവൻ ഒരു പേപ്പർ കോൺ ആണെങ്കിൽ പോലും അത് അഡിക്വേറ്റ് ആണ്, അല്ലെങ്കിൽ അത് സഫീഷ്യൻ്റ് ആണ് ടു ഫോം എ അഗ്രിമെൻറ്റ്. അത്രേ ഉള്ളൂ കാര്യം. കൺസിഡറേഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടേം വിച്ച് ഈസ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻ ലാറ്റിൻ ടേം ക്വൈഡ് പ്രോക്കോ which means something in return. അതാണ് അത്രേ ഉള്ളൂ കൺസിഡറേഷൻ്റെ അർത്ഥം. എന്താ പറയുക, കുറച്ച് എന്തെങ്കിലും തിരിച്ചു കൊടുത്താൽ മതി. ദാറ്റ്സ് കൺസിഡറേഷൻ. ഓക്കെ, താങ്ക് യു.